എന്താ നന്ദു? മുരളിയുടെ വീട്ടിൽ വെച്ച് നീ പറഞ്ഞില്ലേ, മുരളി ക്ഷീണിച്ചിരിക്കുന്നു, മുഖം വിളറിയിരിക്കുന്നു എന്നൊക്കെ. ആ, അത് യാത്രയുടെ ക്ഷീണമൊക്കെ ആയിരിക്കും. അല്ല, പാവം, അവൻ നല്ല ടെൻഷനില്ല ദേവി. അയ്യോ, അതെന്ത് പറ്റി? അവന്റെ ഗൾഫിലുണ്ടായിരുന്ന ജോലി പോയി. അവിടെ പ്രശ്നങ്ങളുണ്ടായി. മുരളിയെ തിരിച്ചയച്ചതാ. കുറച്ചു ദിവസം ജയിലിലും കഴിഞ്ഞു. ഇനി അവന് തിരിച്ചങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഈശ്വര, നന്ദു പറ്റിക്കാൻ പറയല്ലേ. ഞാൻ സത്യം പറഞ്ഞതാ. പക്ഷേ മുരളി സന്തോഷമൊക്കെ അഭിനയിച്ച് അവൻ സ്വയം ആശ്വസിക്കുകയായിരുന്നു. പാവം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുക. എങ്കിൽ പിന്നെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? എന്തിനാ ഗൗരിക്കും ആന്റിക്കും കാശ് കൊടുത്തേ? ആരാശ കൊടുത്തെന്ന് നീ പറയുന്നേ? അവരൊക്കെ സ്വയം സങ്കല്പിച്ചുണ്ടാക്കിയതല്ലേ. അല്ല നന്ദു, എനിക്ക് പേടിയാവുന്നു. സത്യം അറിയുമ്പോ ആന്റിയും ഗൗരിയും തകർന്നു പോവില്ലേ? അതെ, അതാ സത്യം. ഈശ്വര, എങ്ങനെയായിരിക്കും മുരളിയേട്ടൻ ഈ വിവരം അറിയിക്കാൻ പോകുന്നേ? എനിക്കറിയില്ല. അതാരാ? കുറച്ചു നേരമായിട്ട് നമ്മുടെ പുറകെ ഉണ്ടല്ലോ. നന്ദു വേണ്ട. അവർ നമ്മളെ ഫോളോ ചെയ്തെന്ന് തോന്നുന്നു. കുറച്ചു നേരമായിട്ട് നമ്മുടെ പുറകെ ഉണ്ട്. അതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നന്ദു വേണ്ട, അവര് പോയല്ലോ. അല്ലത് ആരാന്നറിയണ്ടേ? നന്ദു, ഇങ്ങനെ നടന്നു വന്നത് തന്നെ പ്രശ്ന. അച്ഛനറിഞ്ഞ വഴക്കുറപ്പാ. വാ, നമുക്ക് വേഗം പോവാം. അവർ വീട്ടിൽ വന്നല്ലോ. നന്ദു വേണ്ട, വാ. ഞാൻ നോക്കട്ടെ. വാ നന്ദു, നമുക്ക് പോവാം.